കേരള വിഷന്റെ പുതിയ കസ്റ്റമർ പ്ലാൻ കെ.വി. കണക്റ്റിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷൻ വേദിയിൽ വെച്ചായിരുന്നു ഉദ്ഘാടനം. കേരള വിഷന്റെ പോസ്റ്റ് വാടക ക്രമാതീതമായി ഉയർത്തുന്ന കെ.സി.ബിയുടെ നടപടി നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് ഉറപ്പു നൽകി. കേരളത്തിൽ എല്ലായിടത്തും ഇന്റർനെറ്റ്, എല്ലാവർക്കും ഇന്റർനെറ്റ് എന്ന കേരള വിഷന്റെ ഏറെ നാളത്തെ സ്വപ്നമാണ് കെ.വി. കണക്റ്റിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. കേരള വിഷന്റെ 12 ലക്ഷം ബ്രോഡ്ബാൻഡ് ഉപഭോക്താക്കളിൽ ആർക്കും കെ.വി. കണക്ട് പ്ലാൻ എടുത്തിട്ടുള്ള വരിക്കാരന്റെ വൈഫൈ പരിധിയിലെത്തിയാൽ സ്വന്തം കണക്ഷനിലെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ഇന്റർനെറ്റ് എടുക്കാം. കെ.വി. പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്ന ഉപഭോക്താവിന് കേരള വിഷൻ പ്രൊഫഷണൽ വൈഫൈ റൗട്ടറും സൗജന്യമായി ലഭിക്കും. കെ.വി. കണക്ട് സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വളരെ ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നോക്കിക്കാണുന്ന ആളുകളാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ്. കാരണം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആരുടെയും പുറകെ പോകാതെ കഠിനാധ്വാനം ചെയ്ത് സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ് കേബിൾ ടി.വി. ഓപ്പറേറ്റേഴ്സ്. ആദ്യ നാളുകളിൽ ഏകദേശം 10-35 വർഷമായി കേരളത്തിൽ കേബിൾ ടി.വി. വന്നിട്ട് ആദ്യ വർഷങ്ങളിലെല്ലാം തന്നെത്താനെ ഈ ലൈനെല്ലാം വലിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഒരുപാട് ആളുകൾ ഈ സംസ്ഥാനത്ത് ഈ സംവിധാനം ഉണ്ടാക്കിയത്. ഇന്നത് വളർന്നു വലിയ കേരള വിഷൻ വലിയ ചാനലൊക്കെയായി വളർന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിലേക്ക് നമ്മുടെ കേബിൾ ടി വി നെറ്റ്വർക്ക് സംവിധാനം മാറി. ഇന്ന് 30 ലക്ഷം വരിസംഖ്യയുള്ള അത്രയും വലിയ മെഗാ ഇൻഫർമേഷൻ നെറ്റ്വർക്കായി നമ്മൾ മാറിയിരിക്കുക. ടി വി ചാനലുകളും ഇൻ്റർനെറ്റ് സൗകര്യങ്ങളും സാധാരണ വീടുകളിൽ പോലും എത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള സംസ്ഥാനം മുഴുവനുള്ളൊരു നെറ്റ്വർക്കാണ്. ഇതിൻ്റെ ഒരു തുടക്കകാലത്ത് ചില കോർപ്പറേറ്റ് കമ്പനികളുമായിട്ടുള്ള വലിയ ഏറ്റുമുട്ടലുകൾ പല സ്ഥലത്തും ഉണ്ടായി. അന്ന് നിങ്ങളുടെ കൂടെ നിന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ പേരിൽ എന്നെ കുറേ നാൾ ചില ചാനലുകൾ ബഹിഷ്കരിക്കുകയുണ്ടായി. നിങ്ങളത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതിൻ്റെ പേരിലാണ്. ഞാനത് ന്യായം ഇതാണ് എന്ന് തോന്നി. ചില കോർപ്പറേറ്റ് കമ്പനികൾ തന്നെ വന്നുകൊണ്ട് ഇത് മുഴുവനും കൂടി ടേക്ക് ഓവർ ചെയ്യാൻ നടത്തിയ സമയത്ത് ചില പ്രദേശങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ചില പ്രദേശങ്ങളിൽ ഭയങ്കരമായ. അന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുകയും നിങ്ങളെല്ലാവരും കൂടി സംഘടിച്ച് അത് ഈ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാതെ കേരളത്തിൽ തന്നെയുള്ള നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു സംവിധാനമാക്കി അതിനെ മാറ്റാൻ കഴിഞ്ഞു. അതിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ളൊരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. കെ.വി. കണക്ട് വഴി കേരള വിഷൻ ഉപഭോക്താക്കളല്ലാത്തവർക്കും റെയിൽവേ സ്റ്റേഷനിലേതുപോലെ പബ്ലിക് ഹോട്ട്സ്പോട്ടായി നിശ്ചിത സമയത്തേക്ക് സൗജന്യമായി ഇന്റർനെറ്റ് ലഭിക്കും. കൂടാതെ കെ.വി. കണക്ട് പ്ലാൻ എടുക്കുന്ന സ്ഥാപനങ്ങൾ, ഷോപ്പുകൾ എന്നിവയുടെ പരസ്യങ്ങൾ വൈഫൈ ലോഗിൻ പേജിൽ ഉൾപ്പെടുത്തുന്നതാണ്. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഈ രണ്ട് സേവനങ്ങളും ഇന്ന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ അതിനു കാരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയുമാണ് എന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഞങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ, ഞങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒന്നാണ് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയം. മറ്റു കോർപ്പറേറ്റ് കമ്പനികളോടൊക്കെ ഉള്ള എല്ലാ സമരരംഗത്തും ഞങ്ങൾ മുമ്പിലാണ്. അവർ കൊടുക്കുന്ന അതേ സേവനം അതിലും കൂടിയ നിരക്കിൽ, അതിലും മികച്ച നിലവാരത്തിൽ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി.ബി. സുരേഷ് സ്വാഗതവും സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഇത്തരം കൂട്ടായ്മകളിലൂടെ ഉണ്ടായിട്ടുള്ള കരുത്ത് ഊർജ്ജമാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ നിന്നുണ്ടായിട്ടുള്ള ആശയങ്ങൾ നടപ്പിൽ വരുത്തണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിനുവേണ്ടിയുള്ള വലിയ നിർദ്ദേശങ്ങളും ചർച്ചകളും ചെറിയ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ പോസിറ്റീവായി എടുത്തുകൊണ്ട് നമുക്ക് അടുത്ത 2025 എന്ന വിഷൻ 2025 എന്ന നമ്മുടെ ദൗത്യം പൂർത്തിയാക്കണമെന്നാണ് എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.